ഹായ് ഓൾ, ട്രേഡ്മാർക്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി. ഞാൻ ട്രേഡ്മാർക്സ് അക്കാദമിയിലെ ക്രിപ്റ്റോ മെൻറ്ററാണ്. ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് പുതുതായി വരുന്ന പലർക്കും ഒരു സംശയമുണ്ടാകും. ബിറ്റ്കോയിൻ, എതേറിയം, ടെതർ, USD കോയിൻ എന്നിങ്ങനെ 100 കണക്കിന് കോയിൻസുകളുടെ പേര് കേൾക്കാം. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ക്രിപ്റ്റോ കറൻസീസും ഒരേ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം അല്ല എന്നാണ്. ഓരോ ക്രിപ്റ്റോ കറൻസിക്കും അതിൻ്റെതായ ഉപയോഗവും ലക്ഷ്യവുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ക്രിപ്റ്റോ മാർക്കറ്റിലെ ചില പ്രധാനപ്പെട്ട കോയിൻസിനെ പറ്റിയും അവയുടെ ഉപയോഗത്തെ പറ്റി നമുക്ക് സിമ്പിളായിട്ടൊന്ന് പഠിക്കാം. ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ കോയിൻ ബിറ്റ്കോയിൻ ആണ്. 2008 അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിറ്റ്കോയിൻ ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്നാണ് അറിയപ്പെടുന്നത്. പല ആളുകളും ബിറ്റ്കോയിനെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ചില ഇൻവെസ്റ്റേഴ്സ് ബിറ്റ്കോയിനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്നു. ബിറ്റ്കോയിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ ലിമിറ്റഡ് ആയ സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഫേസ് ആയി ബിറ്റ്കോയിൻ ഇന്നും തുടരുന്നു. ക്രിപ്റ്റോ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിഗിനർ ആദ്യം ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ബിറ്റ്കോയിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ക്രിപ്റ്റോ കറൻസിയാണ് എതേറിയം. എതേറിയം ഒരു ഡിജിറ്റൽ കറൻസി മാത്രമല്ല, എതേറിയത്തിലാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന ഐഡിയ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. സിമ്പിളായി പറഞ്ഞാൽ ചില ഓപ്പറേഷൻസ് അതിന്റെ ലൈൻ ഓഫ് കോഡ്സ് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ അഗ്രിമെന്റ്സ് ആണ് സ്മാർട്ട് കോൺട്രാക്ട്. ഇതിനാലാണ് എതേറിയം ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി മാറിയത്. ക്രിപ്റ്റോ മാർക്കറ്റിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന വിഭാഗം രൂപപ്പെട്ടത്. സ്റ്റേബിൾ കോയിൻസിന്റെ ലക്ഷ്യം പ്രൈസിന് സ്റ്റെബിലിറ്റി നൽകുക എന്നുള്ളതാണ്. ടെതർ, USD കോയിൻസ് എന്നിവ സ്റ്റേബിൾ കോയിൻസിന് ഉദാഹരണമാണ്. ഇവയുടെ വാല്യൂ സാധാരണയായി US ഡോളറിനെ ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ക്രിപ്റ്റോ കോയിൻസിന്റെ കൂട്ട് ഒരു പ്രൈസ് സ്വിങ്സ് ഈ കോയിൻസിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ പല ട്രേഡേഴ്സും മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂടുമ്പോൾ സ്റ്റേബിൾ കോയിനുകൾ ഉപയോഗിക്കാറുണ്ട്. ബിറ്റ്കോയിനും എതേറിയം മാത്രമല്ല ക്രിപ്റ്റോ കോയിൻസ്. ഇന്ന് ആയിരക്കണക്കിന് പ്രൊജക്ട്സുകളുണ്ട്. ചില പ്രൊജക്റ്റുകൾ വേഗത്തിലുള്ള ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചിലത് ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചില പ്രൊജക്റ്റുകൾ പേയ്മെന്റ്, ഗെയിമിംഗ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് തുടങ്ങിയ മേഖലയിൽ സൊല്യൂഷൻസ് നൽകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കോയിൻസിനും വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് പ്രൈസ് മാത്രം നോക്കുന്നു എന്നതാണ്. പക്ഷേ ഒരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പഠിക്കുമ്പോൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇത് എന്തിനാണെന്നുള്ളതാണ്. ഒരു പ്രോജക്റ്റ് ഏത് പ്രശ്നമാണ് പരിഹരിക്കാൻ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം യൂട്ടിലിറ്റി മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് വളരെ അപകടകരമാണ്. ക്രിപ്റ്റോ പഠിക്കാൻ തുടങ്ങുന്നവർ ആദ്യം ഈ 3 വിഭാഗം മനസ്സിലാക്കണം. ബിറ്റ്കോയിൻ ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റോ കറൻസി, എതേറിയം സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം, സ്റ്റേബിൾ കോയിൻസ് പ്രൈസ് സ്റ്റെബിലിറ്റി ലക്ഷ്യമിടുന്ന ഡിജിറ്റൽ അസറ്റ്സ്. ഈ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ക്രിപ്റ്റോ മാർക്കറ്റിനെ വളരെ സിമ്പിളായി നമുക്ക് കൈകാര്യം ചെയ്യാം. ശേഷം മറ്റ് പ്രൊജക്ട്സിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എളുപ്പമാവും. ക്രിപ്റ്റോ മാർക്കറ്റ് വെറും കോയിൻസിന്റെ ഒരു കൂട്ടമല്ല, വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഡിസൈൻ ചെയ്ത നിരവധി ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ ഒരു എക്കോസിസ്റ്റമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഏത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.